ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് നമ്മൾ കണ്ടു. ഇന്നാണ് കണ്ടത്. തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ പോയിട്ടാണ് കണ്ടത്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ വലിയ അങ്ങനെ ഒരു സംഭവം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ള ഒരു തിയേറ്റർ ഒന്നും ഇല്ലെന്ന് നമുക്കറിയാം. ഒരു സാധാരണ തിയേറ്ററാണ്. ഐമാക്സിലൊക്കെ കണ്ട ആൾക്കാർ അഭിപ്രായം പറയുന്നത് നമ്മൾ കണ്ടു യൂട്യൂബിലൊക്കെ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് മിഷൻ ഇമ്പോസിബിൾ സീരീസ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാതും. ഇന്നലെ ഈ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ സിനിമ തൊട്ട് മുമ്പത്തെ ഡെഡ് റെക്കണിംഗ് ഒരു പാർട്ട് നമ്മൾ ഇന്നലെ ഒന്നുകൂടി കണ്ടിട്ടാണ് പോയത്. കാരണം കഥയും കാര്യങ്ങളും പക്ക ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും ആവശ്യമുണ്ടായില്ല, കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു എല്ലാതും. അപ്പോൾ അത് രണ്ടാമത് എൻ്റെ മകളും കൂടി ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോയത്. അപ്പോൾ അവൾക്കൊന്ന് കഥ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിന് പോകുമ്പോൾ അതെൻ്റെ കഥ മനസ്സിലാൻ വേണ്ടി അവൾക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് കണ്ടിട്ടൊക്കെയാണ് പോയത്. ഈ പടം അടിപൊളി പടമാണ്. അതായത് ഇതിനകത്ത് നമുക്ക് പരാതി എന്ന് പറയാൻ ഒന്നുമില്ല. ഹീറോ നമുക്കറിയാം, ഒരു രക്ഷയില്ല. ടോം ക്രൂയിസ് ഗംഭീരമായിട്ട് തകർത്തഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫ്ലൈറ്റിൽ ഒരു ചെറിയ ഫ്ലൈറ്റിലുള്ള സീനൊക്കെ ട്രെയിലറിൽ കാണാം. അതൊക്കെ അസാധ്യമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഭയങ്കര സെറ്റപ്പാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. അത്തരം സീനുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ. അതുപോലെ അണ്ടർ വാട്ടർ സീൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം അദ്ദേഹം എവിടെയാണ് മോശമാക്കുന്നത്? എല്ലായിടത്തും ടോപ്പ് ലെവൽ പെർഫോമൻസ്. ഈ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ വെറുതെ ഒരു നമ്പറാണെന്ന് ഒന്നുകൂടി അടിവരയിട്ട് എഴുതി പറയുകയാണ് ആ മനുഷ്യൻ. അത്രയും ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിലത്തെ അഭിനയങ്ങളെക്കുറിച്ച് പറയാൻ. ബാക്കി എല്ലാവരും അദ്ദേഹം തകർത്ത പോലെ തന്നെ ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വിഷയമില്ല. കുറേ കോമഡി സംഭവങ്ങൾ, ഗ്രേസിൻ്റെ കുറേ കോമഡി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. എല്ലാം ഗംഭീര പെർഫോമൻസും കാര്യങ്ങളായിരുന്നു. മ്യൂസിക്കിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. അത് അടിപൊളി സെറ്റായിട്ട് തന്നെ പോയിട്ടുണ്ട്. എവിടെയും ഒരു കുറവും കൂടുതലൊന്നും തോന്നിയില്ല. ഒക്കെ പക്ക കഥയ്ക്ക് മെച്ചമായിട്ട് പോയി. ഗ്രാഫിക്സ് എലമെൻറ്റുകൾ ഒന്നും തന്നെ ഒന്നിലും ഒരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറയാൻ ഒന്നുമില്ല. സെറ്റാണ്. സോ ഈ പടത്തിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് പറയത്തക്ക നെഗറ്റീവ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പോസിറ്റീവ്. ഇനി ഈ പടം എത്രത്തോളം നല്ലതാണ്, മസ്റ്റ് വാച്ചാണോ, സൂപ്പറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മസ്റ്റ് വാച്ച് എന്ന് പറയാനുള്ള സംഭവമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കഥ തന്നെയാണ്. മിഷൻ ഇമ്പോസിബിൾ എല്ലാ സീരീസിലും നമുക്കറിയാം, ഒരു പ്രശ്നം വരും, അത് സോൾവ് ചെയ്യുന്ന നമ്മുടെ നായകൻ വരുന്നു, കഷ്ടപ്പെട്ട് മത്സരിച്ച് ഒക്കെ കാണിച്ചില്ല, ലാസ്റ്റ് പോയില്ലെങ്കിൽ പൊട്ടിയില്ല കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ നായകൻ ജയിക്കുന്നു. ഇത് നമ്മളെല്ലാ മിഷൻ ഇമ്പോസിബിൾ സീരീസിലും കണ്ടതാണ്. അത് തന്നെയാണ് ഇതിൻ്റെ കഥ. നമുക്കറിയാം. അത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് ആകെ തോന്നിയൊരു പോരായ്മ. കാരണം ഇത് എങ്ങടാ പോകണമെന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സീറ്റ് അടിച്ച് ത്രില്ലർ അടുത്തതൊന്നും സംഭവിക്കും എന്നുള്ളൊരു തോന്നലില്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് പോരായ്മയായിട്ട് തോന്നിയത്. അത് പോരായ്മ ഒന്നും പറയാനില്ല. നമ്മൾ ഈ ഒരു സീരീസ് സിനിമകൾ കാണുന്നത് ഒരിക്കലും ഒരു സസ്പെൻസ്, ആ കഥയിൽ എന്താകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടല്ല പലരും ഇത് കാണുന്നത്. ഇത് കാണുന്നതിൻ്റെ ഉദ്ദേശം ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ്, ഗംഭീര ഒരു പ്രകടന മികവുകൾ നമുക്കിതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. ആ കാര്യമാണ് ഇത്തരം സിനിമകൾ നമ്മൾ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. കാരണം ഇതിൽ വ്യത്യസ്തമായ കഥയൊന്നും ഈ സീരീസിൽ എവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പകരം ഇത്തരത്തിലുള്ള മികച്ച പ്രകടനങ്ങളും വലിയ സീനുകൾ, ഗംഭീര സീനുകളാണ്. നമുക്ക് ഓരോ സീൻ കഴിയുമ്പോൾ അടുത്തടുത്ത സീൻ ഒന്നുകൂടി മികച്ച ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ് കിട്ടുക എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു സീരീസ് പടങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത. അത് ഈ പടത്തിലും അങ്ങനെ തന്നെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. കഥയളവിൽ വലിയ സസ്പെൻസുകൾ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല. എല്ലാം പതിവ് കഥ തന്നെയാണ്. സോ മൊത്തത്തിൽ ഈ ഒരു പടം എങ്ങനെയുണ്ട്, പോയി കാണാമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാണാം. നിങ്ങൾ ഇത്തരം പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഈ പറഞ്ഞ ട്രീറ്റും കാര്യങ്ങളും, വിഷ്വൽ ട്രീറ്റും കാര്യങ്ങളും സംഭവ ബഹുലമായിട്ട് തന്നെയാണ് അവസാനിക്കുന്നത്. പിന്നെ ഈ സീരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ സീരീസുകളുടെ ഒരു അവസാനത്തെ സിനിമ എന്ന് പറയുമ്പോൾ മോശമായിട്ടില്ല. അതിലത്തെ പല പഴയ സിനിമകളുടെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് എല്ലാം കൂട്ടിച്ചേർത്ത് കൃത്യമായിട്ടുള്ളൊരു എൻഡ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും കാണണം. ഈ സീരീസിലെ എല്ലാ പടങ്ങളും കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കാണണം. കാരണം എൻ്റെ അറിവനുസരിച്ച് ഇത് അവസാനത്തെ സിനിമയാണെന്ന് തോന്നുന്നു ഈ സീരീസിൽ. ഇനി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ആണെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇത് മസ്റ്റ് വാച്ചാണ്. ഒരു എൻ്റെ പാർട്ട് എന്ന രീതിക്ക് ബാക്കിയെല്ലാം കണ്ട ഇതും കാണുക. നല്ല പടമാണ്. വേറെ ബോറടി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ തീർച്ചയായിട്ടും മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് ഒരു തവണ കണ്ടിരിക്കാനുള്ള ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റായ ഒരു അസാധ്യ മിഷൻ ഇമ്പോസിബിൾ പടം തീർച്ചയായിട്ടും കാണാം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങൾ കണ്ട ആൾക്കാരുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരു സജഷൻ ഉള്ളത്, ഞാനിവിടെ കണ്ടത് തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ ഒരു ചെറിയ തിയേറ്ററിലാണ്. ആ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും അങ്ങനെ തോന്നിയില്ല. ഒരുപക്ഷെ നിങ്ങൾ കുറച്ചുകൂടി നല്ല വലിയ സ്ക്രീനുള്ള തിയേറ്ററിലൊക്കെ കാണുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവുമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് റിവ്യൂ കണ്ടതിൽ എല്ലാവരും ഗംഭീരം എന്ന് പറയുമ്പോൾ എനിക്കിത് കണ്ടിറങ്ങിയപ്പോൾ അത്ര ഒരു ഗംഭീര സംഭവം കണ്ടിറങ്ങിയ ഒരു ഫീൽ വന്നില്ല. കാരണം അത് ആ തിയേറ്റർ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല തിയേറ്ററിൽ കാണാൻ ശ്രമിക്കും. ഇത്തരം പടങ്ങൾ, ഈ സിനിമയെന്നല്ല, ഇത്തരത്തിലുള്ള വിഷ്വലിനും സൗണ്ടിനും ഒക്കെ ഗംഭീര പ്രാധാന്യം കൊടുക്കുന്ന വമ്പൻ സിനിമകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല വലിയ സ്ക്രീനിലേക്കുള്ള ഗംഭീര സൗണ്ട് എഫക്റ്റുള്ള നല്ല തിയേറ്ററിൽ കണ്ടാൽ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. എൻ്റെ ഒരു സജഷനാണ്. പറ്റുമെങ്കിൽ സിനിമ കാണാൻ പോകുമ്പോൾ നല്ല തിയേറ്റർ നോക്കി സെലക്ട് ചെയ്ത് പോയി കാണാം. ഏതെങ്കിലും തിയേറ്ററിൽ പോയി കാണാതിരിക്കുക. സോ അപ്പോൾ അതാണ് മിഷൻ ഇമ്പോസിബിളിൻ്റെ ഈ ഒരു ലാസ്റ്റ് വെർഷനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഡീസൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്.
സോ അപ്പോൾ അടുത്ത ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും മറ്റു വീഡിയോയിൽ കാണാം.